രാത്രികാലം നിങ്ങളുടെ സീസണെ ചേഞ്ച് ചെയ്യുകയാണ്. നിന്റെ അവസ്ഥകളെ മാറ്റുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഷിഫ്റ്റ് വരികയാണ്. ഒരു അസാധാരണമായ അത്ഭുതം ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംസാരിക്കുന്നു. ആ ചെവി തുറന്നു വേട്ടെ, നിന്റെ കേൾക്കാത്ത ചെവി തുറന്നു വേട്ടെ, കാണാത്ത കണ്ണ് തുറന്നു വേട്ടെ. ഹലോ, വിക്കി വിക്കി സംസാരിക്കുന്നത്, ഒട്ടും സംസാരിക്കുവാൻ കഴിയാതെ നിന്റെ നാവ് അഴിയട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം. സ്തോത്രം. യോശുവയുടെ കാലം കഴിഞ്ഞു. യോശുവയുടെ മരണശേഷം സ്തോത്രം അവർ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളോടൊന്ന് വിരല് ചൂണ്ടി പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളുള്ളവർ എത്ര പേരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിൻ്റെ വചനം മൊത്തം വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു ക്രിസ്തു, ഹല്ലേലൂയ, നമ്മുടെ നാഥനും കർത്താവും തൻ്റെ കാൽവറിയിലെ യാഗത്താൽ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളെ തൻ്റെ യാഗത്താൽ ക്രൂശിൽ നമുക്ക് വേണ്ടി നേടിയെടുത്ത്. കൊലോസ്യർക്കെഴുതിയ പുസ്തകം 2-ാം അധ്യായം അതിന് 14-15 വാക്യം പറയുന്നത്, നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞ് ക്രൂശിൽ അതിനെ തകർത്ത് ഹല്ലേലൂയ ആമേൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അങ്ങനെ വിശ്വസിക്കുന്ന ഹല്ലേലൂയ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ജയത്തിൻ്റെ ഉത്സവമാണ്, ജയോത്സവമായി ഹല്ലേലൂയ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ പരസ്യം എന്ന് പറയാം, പരസ്യമായി he made a public spectacle of them. ഹല്ലേലൂയ. പിശാചിനെയും പിശാചിൻ്റെ സകല വാഴ്ചകളെയും പ്രധാനികളെയും every principality, power and authority Jesus ripped them. അവരുടെ ശക്തികളെ നിർവീര്യമാക്കി. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ഒരു കരം വെളിപ്പെട്ട് വരികയാണ്. ഒരു പൈശാചിക നുകത്തിനും ഒരു രോഗനുകത്തിനും ഒരു ശാപത്തിനും ഒരു അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മാവിനും ഒരു മന്ത്രവാദത്തിന്റെ ശക്തിക്കും നിങ്ങളുടെ മേൽ അധികാരമില്ല. കർത്താവായ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ എല്ലാ ദുർഭൂതങ്ങളോടെയും ദുരാത്മശക്തികളോടെയും ഹല്ലേലൂയ യേശുവിൻ നാമത്തിൽ കീഴടങ്ങുവാൻ കൽപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അന്തരീക്ഷ മാർഗ്ഗം എന്ന് പറയാം. കരങ്ങളൊക്കെ ഒന്ന് വീശി നിങ്ങളൊന്ന് ഫ്രീ ആയിരിക്കണമേ, എൻ്റെ കൂടെ ചേർന്ന് ഒഴുകണമേ. ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ചകൾ ഹല്ലേലൂയ ഇവിടെ വെളിപ്പെട്ട് വരുന്ന ഹല്ലേലൂയ സ്തോത്രം. സലോമോന്റെ ആലയം അവരൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ 120 പേർ ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് കാഹളങ്ങളെ ഊതിയപ്പോൾ നാം വായിക്കുന്ന സലോമോന്റെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം. ആക്കാരം ഉയർത്തുന്നത് പറയാം, ദൈവത്തിന്റെ മഹത്വം അത് മേഘമായി, അത് ദൈവ മഹത്വമായി, അത് മേഘമായി, അത് ഷഖൈനയായി, അത് ദൈവത്തിന്റെ ഘനമായ സാന്നിധ്യമായി, അതൊരു ദൈവത്തിന്റെ വെയിറ്റായി, ദൈവത്തിന്റെ കബോധായി, ശുശ്രൂഷകന്മാർക്ക് നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു സാന്നിധ്യം. ഹല്ലേലൂയ. ഇത് രാത്രി കാലം അങ്ങനെയുള്ള ചില ദൈവിക എൻകൗണ്ടറിലേക്ക് ഹല്ലേലൂയ അങ്ങനെ നിങ്ങളൊന്ന് ഒരുങ്ങി പ്രതികരിച്ചാൽ പ്രൈസ് ഗോഡ് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ അങ്ങ് പറന്ന് ഉയർന്ന് കയറുവാൻ കഴിയും. ഹല്ലേലൂയ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ? ഞങ്ങൾ ആരാകുന്നു? ഓക്കെ, ഒരു ആത്മീയ പോരാട്ടത്തിന്റെ ഒരു ധ്വനിയാണ്. സ്തോത്രം ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അത് എബ്രഹാം പിതാവിന് വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. മോശ അതിനെ ഒരു ലെവൽ വരെ കൊണ്ടെത്തിച്ചു. യോശുവ യോർദാൻ കടന്നു, എരികോ പട്ടണം പിടിച്ചെടുത്തു. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന കനാൻ നാട്ടിൽ നിങ്ങളുടെ അവകാശങ്ങൾ മേൽ സ്തോത്രം പഴയ നിയമം ഒരു നിഴലാകുന്നു, ഒരു ആത്മീയ കണ്ണാടിയാകുന്നു. ഹല്ലേലൂയ. ആമേൻ.
ദൈവം നമുക്ക് ക്രിസ്തുയേശുവിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മേൽ, ഡിവൈൻ പ്രോമിസസിൻ്റെ മേൽ കുടിയേറി പാർക്കുന്ന, അതിനെ സ്തോത്രം നിഷ്ഫലമാക്കുന്ന, അതിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ഖനാന്യ ശക്തികളുണ്ട്, പെരിസ്യ ശക്തികളുണ്ട്. ഹല്ലേലൂയ. നാം കേട്ടതുപോലെ ചില അഡോനി ബസിക്കുമാർ വാഴ്ച നടത്തുകയാണ്. ആ കരം അടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് നന്ദി പറയാം. അപ്പോൾ ദൈവജനം ദൈവത്തോട് ചോദിക്കുക, ഹല്ലേലൂയ, ഈ ഖനാന്യരോട്, ഈ അമോര്യരോട് യുദ്ധം ചെയ്യുവാൻ ആരാണ് പുറപ്പെട്ടു പോകേണ്ടത്? ഹല്ലേലൂയ. ആമേൻ. യെസ്. എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ. യഹൂദ, ഓക്കേ, ഹല്ലേലൂയ. യഹൂദ പുറപ്പെടട്ടെ. യഹൂദ നാം ചിന്തിക്കുവാനിടയായി തീർന്നു, നാം പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ. എന്താണ് യഹൂദ? ഒന്ന് പറയാം, സ്തുതി ഒന്ന് പുറപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സ്തുതി ഒന്ന് പുറപ്പെട്ടാൽ, ദൈവത്തിന്റെ മഹത്വം ഒന്ന് പുറപ്പെട്ടാൽ, ഹല്ലേലൂയ, നിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ സ്തോത്രം കനാന്യരെ സ്തോത്രം നിർവീര്യമാക്കുന്ന, ഹല്ലേലൂയ, അവരെ ആയുധം വെപ്പിക്കുന്ന, അവരുടെ പ്രവർത്തികളെ നിഷ്ക്രിയമാക്കുന്ന, അവരെ കെട്ടുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, അവരുടെ ശക്തികളെ സ്തോത്രം തകർക്കുവാൻ കഴിയുന്ന ഒരു ആയുധമത്രേ. ഈ കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആരാണ് ആദ്യം പോകേണ്ടത്? യഹൂദ പുറപ്പെടട്ടെ. എല്ലാവരും പറഞ്ഞേ, യഹൂദ പുറപ്പെടട്ടെ. ആമേൻ. യെസ്, യെസ്, യെസ്. ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഞാൻ ദേശം അവന്റെ കയ്യിൽ എന്ന്. ഹല്ലേലൂയ. എത്ര പേരാണ് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ പോകുന്നത്? ഒരു സാമ്പത്തിക വിടുതൽ, കടഭാരത്താൽ സ്തോത്രം ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ. കരഭാരത എന്ന് പറഞ്ഞാൽ ഭയങ്കര സമൃദ്ധിയാണ്. നിങ്ങൾക്ക് കോടികളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ആവശ്യത്തിനും സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ അല്ലാത്തവരൊക്കെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഡെലിവറൻസ് ആണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങൾ സ്തോത്രം സ്വാതന്ത്ര്യത്തിലേക്ക്, അവിടെ ഒരു സാമ്പത്തിക ആ മേഖലകൾ വലിയൊരു മുന്നേറ്റത്തിന്റെ ഒരു രാത്രികാലമായി യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആരാണ് ഹല്ലേലൂയ ഈ കനാന്യരോട് യുദ്ധം ചെയ്യേണ്ടത്? യഹൂദ പുറപ്പെടട്ടെ. ഒന്ന് പറഞ്ഞേ, യഹൂദ പുറപ്പെടട്ടെ. നിന്റെ സ്തുതി ഒന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. നിന്റെ ആരാധന ഒന്ന് വെളിപ്പെടട്ടെ. നിന്റെ കയ്യടി ഒന്ന് വെളിപ്പെടട്ടെ. ഓ ലബന സെലെ ചറബ ശബന സെലെ ചറബ ലയബന സെലെ ചിരിവാശം. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് അനേകർ മുട്ടുമടക്കുന്ന ഒരു രാത്രിയായി, അനേക ദുരാത്മ ശക്തികൾ ഹല്ലേലൂയ മുട്ടുമടക്കുന്ന ഒരു രാത്രികാലമായി, ഹല്ലേലൂയ, പൈശാചിക മേഖലകളിൽ ഒരു വലിയ ഇടിവ് വരുന്ന രാത്രിയായി ഈ ദേവസഭ ഹല്ലേലൂയ വലിയ ഡെലിവറൻസിന്റെ ഒരു തലം അനുഭവിക്കുന്ന ഒരു നിലവാരത്തിൽ സ്വന്തം കർത്താവ് ഇതിനെ അഭിഷേകം ചെയ്ത് അലങ്കരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവർ വീണ്ടും ഒന്ന് കൈ ഒന്ന് ഉയർത്തണമേ. ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം, ഭൂരിഭാഗം ആൾക്കാർക്കും സ്തോത്രം ആ മേഖലകളിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? കർത്താവായ യേശുവിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്തെടുത്ത ആ വലിയ പ്രവൃത്തി എന്താണ്? ദൈവപ്രവൃത്തി എന്താണ്? നമ്മുടെ മേലുണ്ടായിരിക്കുന്ന ശാപത്തെ മുറിച്ച് ദൈവിക അനുഗ്രഹത്തെ പ്രദാനം ചെയ്ത, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ 9:8 പറയുന്നു സ്തോത്രം. 8:9 പറയുന്നു സ്തോത്രം. സ്തോത്രം. സമ്പന്നനായിരുന്ന യേശു നമുക്ക് വേണ്ടി എന്തായി തീർന്നു? ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. യേശു സമ്പന്നനായിരുന്നു, പക്ഷേ യേശു ആരായി തീർന്നു? നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. തന്റെ സമ്പന്നത കൊണ്ട് ദാരിദ്ര്യത്തിലായിരുന്നു നമ്മളെ സമ്പന്നരാക്കുവാൻ. ഹല്ലേലൂയ. ആ കരം ഉയർത്തി ഒന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. എന്റെ ദാരിദ്ര്യത്തിന്റെ നുകം തകർക്കുവാൻ, ആ പൈശാചിക നുകത്തെ തകർക്കുവാൻ, ഹല്ലേലൂയ, ദൈവം, ഹല്ലേലൂയ, കർത്താവായ യേശു സമ്പന്നനായിട്ടും നമുക്ക് വേണ്ടി ക്രൂശിൽ ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ ആ ദൈവ പ്രവൃത്തിയാൽ ദരിദ്രരായ നമ്മളെ എന്തോ ഇന്ന് പകൽക്കാലം ഒരു വിശാലത ദൈവം കൊണ്ടുവരികയാണ്. ഒരു വിശാലത ദൈവം കൊണ്ടുവരികയാണ്. ഒരു വിശാലത ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് സൗഖ്യത്തിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സലോമോന്റെ ആലയത്തിൽ ആലയം ദൈവമഹത്വം കൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ടും നടന്നതുപോലെ there is a presence. ആ കരം ഉയർത്തി പറയാം, ഒരു സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. അതൊരു മേഘമായി, അത് പുകയായി, അത് മഞ്ഞായി, അത് മഴയായി, അത് തീയായി, അത് എണ്ണയായി, ഹല്ലേലൂയ, തൊട്ടറിയാവുന്ന നിലവാരത്തിൽ നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു പകൽക്കാലം, ഒരു രാത്രികാലമായി ഇത് തീരട്ടെ. ഹല്ലേലൂയ. നാം ഒന്ന് പ്രതീക്ഷിച്ചാൽ, ഹല്ലേലൂയ, നാം ഒന്ന് എക്സ്പെക്ട് ചെയ്താൽ ഒരു അത്ഭുതം നടക്കുന്നത് when there is expectation. വിശ്വാസം എവിടെ വെളിപ്പെടുമോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ
വാഗ്ദത്തങ്ങളും ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ വാഗ്ദത്തങ്ങളും നിറവേറുവാൻ ഇടയായിത്തീരും. ആമേൻ. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. നമുക്ക് വായിക്കാം. ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം, വാഗ്ദത്ത ദേശം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. യെസ് എന്ന് യഹോവ കൽപ്പിച്ചു. പക്ഷേ ദേശം ഏൽപ്പിച്ചിരിക്കുകയാണ്, വാഗ്ദത്തമാണ്. പക്ഷെ കടന്നുപോയി എന്ത് ചെയ്യണം? അതിനെ നാം ഒന്ന് പിടിച്ചെടുക്കണം. ആ വാഗ്ദത്തെ നമ്മളൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് പ്രാപിക്കണം, ഒന്ന് പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. അത് കാരണം എന്താണ്? നമ്മുടെ വാഗ്ദത്തങ്ങൾ മേൽ സ്വത്രം കുടിയിരിക്കുന്ന അതിനെ തടസ്സപ്പെടുത്തുന്ന, തടയുന്ന, ആ നന്മകളുടെ ഉറവിടങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ചില ഫിലിസ്തീയ ശക്തികൾ പതിയിരിക്കുന്നുണ്ട്. മറഞ്ഞ് ഹല്ലേലൂയ, ഒളിഞ്ഞ് ഹല്ലേലൂയ, പ്രത്യക്ഷത്തിലും ഹല്ലേലൂയ ഒളിഞ്ഞും ഇരുന്ന് പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ കനാനിയ, അമോരിയ, ഫിലിസ്തീയ, ഇസ്രായേലിയ ശക്തികളുണ്ട്. ഇന്ന് രാത്രികാലം ആ വെളിപ്പാട് നിങ്ങളൊന്ന് പ്രാപിച്ചാൽ ഹല്ലേലൂയ, വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കരയുന്ന ഒരു വ്യക്തിയല്ല. അയ്യോ ദൈവമേ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് കരയുന്ന ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ, നിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നീ പോരാടുന്ന ഒരു വ്യക്തിയായി ഹല്ലേലൂയ, ആ കനാന്യരെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുവാൻ യഹൂദ നിന്നിൽ നിന്ന് ഒന്ന് പുറപ്പെടുന്ന ഒരു വ്യക്തിയാകും. ഹല്ലേലൂയ. യഹൂദ ആദ്യം പുറപ്പെടട്ടെ. ഞാൻ തന്നിരിക്കുന്നു, നീ ഒന്ന് കേറ്, നീ ഒന്ന് ഇറങ്ങ്, നീ ആ ദേശത്തേക്ക് കാലുന്ന് വെക്ക്, നീ ഒന്ന് യുദ്ധം ചെയ്യും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ അത് ജഡികങ്ങളല്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും ആ കോട്ടകളെ തകർക്കുവാൻ ദൈവത്താൽ ശക്തിപ്പെട്ട ദൈവത്തിന്റെ ആയുധങ്ങൾ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. തുറന്നു വായിക്കാം. യഹൂദ തന്റെ സഹോദരനായ ശിമിയോനോട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി കൂടെ വിളിക്കുകയാണ്. അടുത്ത വാക്യം. എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം. ഒറ്റക്കൊറ്റയ്ക്കല്ല, ഒരു കൂട്ടമായി, ദൈവസഭയായി, ഒരുവൻ 1000-ത്തെയും ഒരുവൻ 1000-ത്തെയും, ഇരുവർ 2000 അല്ല, 3000 അല്ല. അതുകൊണ്ടാണ് രണ്ടുപേർ ഐക്യബന്ധപ്പെട്ട് ഒരു ദൈവസഭയിൽ ഒരു ഐക്യത വെളിപ്പെടുമ്പോൾ, ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരു ആത്മാവിൽ ജനമായിത്തീരുമ്പോൾ, അവിടുത്തെ ശുശ്രൂഷകന്മാരായിത്തീരുമ്പോൾ ഹല്ലേലൂയ, ഒരുവൻ 1000-ത്തെയും ഇരുവർ ഭയങ്കര ശക്തിയാണ്. കർത്താവിന്റെ നാമത്തിൽ ഇലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ മേൽ, നിങ്ങളുടെ മേൽ, ശുശ്രൂഷന്മാരുടെ മേൽ, ഇവിടെ പ്രവർത്തിക്കുന്ന ടീമിന്റെ മേൽ ഞാനത് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ മേൽ ഞാനത് ഇമ്പാർട്ട് ചെയ്യുന്നു. ഒറ്റക്കൊറ്റയ്ക്കല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല, മത്സര ബുദ്ധിയോടല്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിഷ്കളങ്കനായി നീ എന്റെ മുമ്പാകെ നടക്കണം. ഇന്ന് നിഷ്കളങ്കരായി ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നും നിങ്ങളുടെ മേൽ ഒരു കൃപ പകരും. അഭിഷേകം നിങ്ങളെ അലങ്കരിക്കുമെന്ന് രാത്രികാലം നിങ്ങളെ വ്യത്യസ്തനാക്കും. സൗലിന്റെ മേൽ മറഞ്ഞിരുന്ന സൗലിനെ ഒരു രാജാവായി, ഒരു രാജകീയ പ്രവാചക അഭിഷേകത്തിൽ പുറത്തെടുത്തു. ആമേൻ. ഹല്ലേലൂയ. പ്രവാചക കൂട്ടത്തിന് എതിരെ അവൻ വന്നപ്പോൾ അവന്റെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി. പ്രവാചക കൂട്ടത്തിലുള്ളവനായി തീർന്നു, ആള് മാറിയവനായി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം ആള് മാറിയ ഒരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതങ്ങളിൽ മാറി തീരട്ടെ. തുറന്നു വായിക്കാം. നിന്റെ അവകാശ ദേശത്ത് നിന്നോട് കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാനും വരാം. ഒരുമ എന്ന് പറഞ്ഞ ഒരുമ, ഐക്യത. അക്കരമെന്ന് പറഞ്ഞ പോലെ ഒരുമ. ഒരു കുടുംബത്തിൽ ഒരുമ ഉണ്ടെങ്കിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരുമയുണ്ടെങ്കിൽ, മക്കളും ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കൾക്കും ഒന്നായാൽ, സ്തോത്രം, അവിടെ നരകത്തിന്റെ വാതിലുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല, നരക ശക്തികൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എവിടെ വിള്ളലുകളുണ്ടോ, ഇടർച്ചകളുണ്ടോ, സ്തോത്രം, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എതിർക്കുന്നു, അവിടെ പൈശാചിക ശക്തികൾ താണ്ഡവമാടും, അവിടെ പ്രബലപ്പെടും. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ കഴിയാതെ, സ്തോത്രം, നാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് രാത്രികാലം എത്ര പേര് പറയും, കർത്താവേ, സിമെയോനെ നീ കൂടെ എന്നോടൊന്ന് വന്ന് ഒന്ന് യുദ്ധം ചെയ്യൂ. ഹല്ലേലൂയ. അവരെ ഒരുമിച്ച് പോയി യുദ്ധം ചെയ്യുകയാണ്. അടുത്ത വാക്യം. സിമെയോൻ അവനോട് കൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. നാം ഒന്ന് എഴുന്നേറ്റാൽ ഇന്നത്തെ കാലം എത്ര പേരൊന്ന് എഴുന്നേറ്റ് പ്രകാശിക്കും. നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ്, നിന്റെ മേൽ ദൈവത്തിന്റെ ആ വെളിച്ചം വന്നിരിക്കണം.
യെശയ്യാപ്രവാചക പുസ്തകം 60-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുന്നു. The book of Isaiah chapter 60 verse 1 to 3 വായിക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആ കരവരുത്തുന്ന പറയാം, എന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ എന്റെ മേലോ യഹോവ ഉദിക്കും. എന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. എന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? 2 കാര്യം ഒന്ന് ഉയർത്തി പറയാം. കർത്താവേ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ഞാൻ റെഡിയാണ്. കർത്താവേ, നിന്റെ പ്രകാശവും നിന്റെ തേജസ്സും ചുറ്റും അന്ധകാരവും കൂരിട്ടാണെങ്കിലും ചുറ്റും പൈശാചികം വാഴുന്നുവെങ്കിലും എൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ്സും എൻ്റെ മേൽ ദൈവത്തിൻ്റെ വെളിച്ചവും ഉദിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3-ാമത്തെ വാക്യം, യെസ്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും. ഞാൻ പ്രവചിക്കുന്നു, ജാതികൾ നിങ്ങളുടെ പ്രകാശത്തിലേക്ക്. ജാതികൾ എലോഹിം ഗ്ലോബൽ സെറ്റിലുള്ള ദൈവമക്കളെ, ശുശ്രൂഷമാരെ, നിങ്ങളുടെ പ്രകാശത്തിലേക്ക്. രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇത്ര പേര് അങ്ങനെ വിശ്വസിക്കും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. എന്ന് പറഞ്ഞ വരും, 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 നിശ്ചയമായി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രകാശിക്കാം. ആമേൻ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. യെസ്, വായിക്കാം, തുടർന്ന് വായിക്കാം. യെസ്. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസിക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. അവർ ബേസിക്കിൽ വെച്ച് 10,000 പേരെ സംഹരിച്ചു. യെസ്, ആമേൻ. വായിക്കാം, തുടർന്ന് വായിക്കാം. യെസ്. ബേസിക്കിൽ വെച്ച് അവർ അദോനി ബേസിക്കിനെ കണ്ടു. അദോനി ബേസിക് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു. ഇന്ന് പലരുടെയും വിഷയങ്ങൾ നമ്മുടെ വാഗ്ദത്തങ്ങളുടെ മേൽ, ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നന്മകളുടെ മേൽ, നമുക്ക് വേണ്ടി ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളുടെ മേൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഉറവകളുടെ മേൽ ഒരു പൈശാചിക മല്ലൻ സ്തോത്രം വാഴുകയാണ്. അവന്റെ പേരാണ് അഡോനി ബേസിക്. തുടർന്ന് അല്പസമയം കഴിയുമ്പോൾ സ്തോത്ര ശുശ്രൂഷകൾ, നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കാനാണ് ഈ വചനം വീണ്ടും. ഹല്ലേലൂയ. അഡോനി ബേസിക് ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രഭുവാണ്. ആത്മീയ അർത്ഥത്തിൽ ഒരു പൈശാചിക പ്രഭുവാണ്. നിങ്ങളുടെ നന്മകളെ, ബേസിക് എന്ന് പറഞ്ഞാൽ വേഗത എന്ന് പറയാം. വേഗത, സ്പീഡ്, സാധാരണ സ്പീഡല്ല, മിന്നൽ പിണര് കൊണ്ടുവരുന്ന ലൈറ്റ്നിങ് സ്പീഡ്. ഹല്ലേലൂയ. അതിവേഗതയോട് നിനക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനെ തടയുന്ന, അതിനെ വിരോധിക്കുന്ന, അതിനെതിരായി പ്രവർത്തിക്കുന്ന അഡോനി ബേസിക്കിന്റെ വാഴ്ചകൾ. ഹല്ലേലൂയ. ആമേൻ. ഒരു ജനം എഴുന്നേൽക്കുകയാണ്, യഹൂദ എഴുന്നേൽക്കുകയാണ്, സിമിയോൻ എഴുന്നേൽക്കുകയാണ്. അവര് ദൈവത്തിന്റെ വാഗ്ദത്തവുമായി അവരെ സ്തുതിയെ ആയുധമാക്കി. സ്തോത്രം, ഹല്ലേലൂയ. എവിടെ അഡോനി ബേസിക് 70 രാജാക്കന്മാരെ, ഹല്ലേലൂയ, അവരുടെ സ്പീഡ് കട്ട് ചെയ്ത് കളഞ്ഞു, അവരുടെ പെരുവിരൽ കട്ട് ചെയ്ത് സ്തോത്രം തടസ്സപ്പെടുത്തിയോ. ഹല്ലേലൂയ. ഓടുവാൻ കഴിയാതെ, മുമ്പോട്ട് മുന്നേറുവാൻ കഴിയാതെ, ഒന്ന് ഉയരുവാൻ കഴിയാതെ. ഹല്ലേലൂയ. രാജാക്കന്മാരാണ് വാഴ്ച നടത്തണം. പക്ഷെ ഇന്ന് എവിടെയാ? മേശയുടെ ചുറ്റും അഡോനി ബേസിക്കിന്റെ ചുറ്റും ചുറ്റി കറങ്ങുകയാണ്. ഹല്ലേലൂയ. രാത്രി കാലം ഇവിടെ ഇരിക്കുന്ന അനേകരുടെ, ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെയാണ് ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, വാഗ്ദത്തം ലഭിച്ചിട്ട്, വിശ്വാസം തുടങ്ങിയിട്ട്, പ്രാർത്ഥനകൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. ഹല്ലേലൂയ. സഭായോഗത്തിൽ വരുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഉപസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ വാഗ്ദത്തം അങ്ങോട്ട് കയ്യിലെത്തുന്നില്ല. എല്ലാം താമസമാണ്. എന്നാരോടൊക്കെയോ ഞാൻ ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ സീസണെ ചേഞ്ച് ചെയ്യുകയാണ്, നിന്റെ അവസ്ഥകളെ മാറ്റുകയാണ്, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ഷിഫ്റ്റ് വരികയാണ്. എബ്രാഹിം എന്ന് പറഞ്ഞ നീ വന്ധ്യതയിൽ തുടരുകയില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആ മുഖം ചുമന്നുകൊണ്ട് ഇന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർ, കർത്താവേ ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തണമേ. ഇതെന്നെ നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയാണ്, അഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടും. ഹല്ലേലൂയ, ആ പൈശാചിക മല്ലന്റെ വാഴ്ചയെ നിന്റെ മേൽ തകർക്കുമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, എവിടെ അഡോനി ബെസേക്കിന്റെ വാഴ്ച കാണും അവിടെ നിന്നെ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനായി നിന്നെ ഉയർത്തും. നീ എഴുന്നേറ്റ് അവിടെ പ്രകാശിക്കുവാനിടയായി. ശാപം പിടിച്ച് തടസ്സപ്പെട്ട് ഹല്ലേലൂയ മുന്നേറ്റമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നീ അങ്ങോട്ട് കാല് വെക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അഡോനി ബെസേക്കിന്റെ മേൽ ദൈവത്തിന്റെ വാഴ്ച വെളിപ്പെടുന്ന ഒരു സീസൺ ആരംഭിക്കും. ഒരു സീസൺ ഷിഫ്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിയേ. ഹല്ലേലൂയ, കത്തുന്ന മുൾപടർപ്പിന്റെ മധ്യത്തിൽ മോശേ മോശേ എന്ന് വിളിച്ച് ഒരു കത്തുന്ന മുൾപടർപ്പിന്റെ ഒരു അനുഭവം കാണിക്കുക മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതികൾ. സ്തോത്രം, ഹല്ലേലൂയ. അത് കത്തുന്ന മുൾപടർപ്പ് കണ്ടു, അസാധാരണമായ ചില ദൃശ്യങ്ങൾ കണ്ടു. അത് കണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമല്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്ത് കണ്ടോ, എന്ത് കേട്ടോ, എന്ത് അനുഭവിച്ചുവോ അത് നിന്റെ അനുഭവമാക്കി. ഹല്ലേലൂയ. കാലഘട്ടത്തിൽ മോശ ഫറോഹീയ ശക്തികളുടെ മുമ്പിൽ ഒരു കത്തുന്ന മുൾപടർപ്പായി മാറി. ഇന്ന് എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില എൻകൗണ്ടറുകൾ നിങ്ങളെ സ്തോത്രം കൊണ്ടുവരുന്നത് ദൈവം നമ്മളിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്ന നമ്മളൊന്ന് അനുഭവിച്ചു എന്ന് മാത്രമല്ല, നിന്നെ അതിൻ്റെ ഒരു ചാമ്പ്യനാക്കി മാറ്റുവാൻ, അതിൻ്റെ ഒരു ചാമ്പ്യനാക്കി നിന്നെ മാറ്റുവാൻ. എങ്ങനെ മോശെ കത്തുന്ന മുൾപടർപ്പാക്കി മാറ്റിയോ, നിന്നെയും ദൈവത്തിന്റെ വിടുതലുകളുടെയും ദൈവത്തിന്റെ സ്തോത്രം വാഗ്ദത്തങ്ങളുടെയും ഒരു മുൾപടർപ്പാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഈ അഡോനി ബെസേക്കിന്റെ നിങ്ങളുടെ ജീവിതത്തെ താമസിപ്പിക്കുന്ന കാലതാമസങ്ങൾ കൊണ്ടുവന്ന് മുന്നേറുവാൻ കഴിയാതെ ചുറ്റും മേശയ്ക്ക് ചുറ്റും 70 രാജാക്കന്മാർ കറങ്ങുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന, നിങ്ങളെ തുറന്നു വിടുന്ന, അറ്റുപോയ ആ ചവറുകളെ വീണ്ടും പിടിപ്പിച്ച് ഒരു കഴുകനെ പോലെ ഒന്ന് പറന്നു. ഒരു കഴുകനെ, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കഴുകനെ പോലെ അവർ കുതിച്ച് ഒരു ചിറകടിച്ച് ഇന്ന് ഹല്ലേലൂയ ആ നുകങ്ങളെ തകർക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്പീഡ് വരിക, മനുഷ്യന്റെ സ്പീഡല്ല, സാധാരണ സ്പീഡല്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ പ്രവചിച്ച് പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന്റെ ഗോഡ് സ്പീഡ്, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ സ്പീഡ്. ഹല്ലേലൂയ, ദൈവിക വേഗതയെ ദൈവം നിങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ സൈക്കിൾ ചവിട്ടി പോയാൽ സ്തോത്രം 1 മണിക്കൂർ കൊണ്ടെത്തും. നിങ്ങൾ കാറിൽ പോയാൽ സ്തോത്രം, ഹല്ലേലൂയ, അരമണിക്കൂർ കൊണ്ടെത്താം, അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടെത്താം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസത്തെ ദൂരം നിങ്ങൾ പ്ലെയിനിൽ പോയാൽ ചില മണിക്കൂർ കൊണ്ട്, സൈക്കിൾ ചവിട്ടിയാൽ ദിവസങ്ങളെടുക്കും, കാറിൽ പോയാൽ കുറച്ച് ദിവസങ്ങളെടുക്കും, നിങ്ങൾ പ്ലെയിനിൽ പോയാൽ ചില മണിക്കൂറുകളുണ്ട്. ഒരു ദൈവിക സ്പീഡ്, ഒരു സൂപ്പർ നാച്ചുറൽ സ്പീഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുക. നമുക്കത് വിശ്വസിക്കാം. പെട്ടെന്ന് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ കാലഘട്ടത്തിന്റെ പ്രവാചകനായി ഏലിയാവ് എഴുന്നേൽക്കുക. ഏലിയാവിന്റെ ആത്മാവ്, എല്ലാവരും പറഞ്ഞേ, ഏലിയാവിന്റെ ആത്മാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവ് കാലഘട്ടത്തിന്റെ പ്രവാചകനായിരുന്നു. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 30-33 വാക്യങ്ങൾ. അന്നത്തെ ആത്മീക ക്ലൈമറ്റ്, സ്പിരിച്വൽ ക്ലൈമറ്റ്, ആത്മീയ അന്തരീക്ഷം എന്തായിരുന്നു ഇസ്രായേലിൽ? ദൈവജനത്തിന്റെ മധ്യത്തിൽ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ മധ്യത്തിൽ എന്തുവാണ് നടക്കുന്നത് എന്ന് വിളിച്ചു പറയുന്ന ഭാഗങ്ങളാണ്. പെട്ടെന്ന് വായിക്കാം. ഉമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും, എല്ലാ രാജാക്കന്മാരെ, തനിക്ക് മുമ്പായി ഉണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരെക്കാൾ അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയ്ക്ക് അനിഷ്ടമായി, യഹോവയ്ക്ക് വെറുപ്പുണ്ടാക്കുന്നത് ആ രാജാവ്, ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്തെ ഭരിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്താക്കി വെച്ച ആഹാബ് ചെയ്യുകയാണ്. അനിഷ്ടമായത് ചെയ്തു. യെസ്, നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും, ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും വചനവും വഴികളും വിധികളും ഒക്കെ വിട്ട് ഇതാ, സ്തോത്രം, ഹല്ലേലൂയ,
ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ രാജാവായിരിക്കുന്ന, ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ രാജാവായി നിയമിച്ചിരിക്കുന്നവൻ, സ്തോത്രം സ്തോത്രം, സത്യാരാധനകൾ വിട്ട്, സത്യവചനം വിട്ട് ഇതാ അന്യ ആരാധനകളിലേക്ക്, തെറ്റായിട്ടുള്ള വഴികളിലേക്ക്, പാപ വഴികളിലേക്ക്, പൈശാചിക വഴികളിലേക്ക് പോകുന്ന എത്തബാലിന്റെ മകളായ യെസബേലിനെ താൻ വിവാഹം ചെയ്യുകയാണ്. യെസ്, ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. സത്യദൈവമായ യഹോവയാണ് ദൈവമെന്ന്, നിങ്ങളുടെ ദൈവമായ യഹോവ ഒരുവനത്രേ. പ്രമാണങ്ങളും ഉപദേശങ്ങളും സത്യങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും വിധികളുമുള്ള ദൈവത്തിന്റെ ജനം ഇതാ. ഹല്ലേലൂയ. ഇപ്പോൾ ആരെയാണ് ആരാധിക്കുന്നത്? ആരെയാണ് നമസ്കരിക്കുന്നത്? സ്തോത്രം. ബാലിനെ നമസ്കരിക്കുകയാണ്, ബാലിനെ ആരാധിക്കുകയാണ്. അതിനുവേണ്ടി ഓൾട്ടറുകൾ പണിയുകയാണ്. വായിക്കാം. യെസ്, താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആരാധിക്കുക മാത്രമല്ല, ബലിപീഠങ്ങൾ ഉണ്ടാക്കി ദേശത്തെ മലിനമാക്കുകയാണ്. യഹോവയുടെ ഹൃദയത്തെ തകർക്കുകയാണ്. യഹോവയുടെ ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന കൊണ്ടുവരികയാണ്. ദുഷ്ടത പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ ദേശത്തെ പൈശാചികന് വിൽക്കുകയാണ് ഈ ക്രൂരമായ ദൈവഭയമില്ലാത്ത അഹാബും യെസബേലും. ഇത് രാത്രികാലത്ത് കേൾക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കേരളക്കരയിലും ഇതുപോലുള്ള പൈശാചിക ദൈവത്തിന്റെ സ്വന്തം നാടാണിത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയും ഇവിടെയും പൈശാചിക ബലിപീഠങ്ങൾ പണിത് സത്യദൈവമായ യഹോവയ്ക്ക് വിരോധമായി, അത് ദൈവത്തെ അറിയാത്ത ജനമല്ല, ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ ജനം. സത്യദൈവത്തെയും സത്യവചനത്തെയും സത്യസുവിശേഷത്തെയും ഒക്കെ വിട്ട് കാര്യസാധ്യതയ്ക്ക് വേണ്ടി അവിടെയും ഇവിടെയും പോയി വണങ്ങുന്ന പൈശാചികന് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ നാം ഗേറ്റുകളും വാതിലുകളും തുറന്നു കൊടുത്ത അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ഒരു മടങ്ങി വരവിന് വേണ്ടി കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴൊക്കെയും ദൈവജനത്തിന്റെ മധ്യത്തിൽ പൈശാചികൻ തന്റെ തലമുഖം, തന്റെ ആധിപത്യം സ്ഥാപിക്കുവാൻ നോക്കും. മറു സൈഡിൽ ദൈവരാജ്യത്തിൽ അതിനെ വെല്ലുന്ന ഒരു അഭിഷേക്തനെ, ഒരു പ്രവാചകനെ, ഒരു ദൈവത്തിന്റെ ദൂതവാഹകനെ, പുതിയ നിയമത്തിൽ ഒരു ദൈവസഭയെ ദൈവം പുറത്തിറക്കും. ആ കാലഘട്ടത്തിൽ സ്വന്തം പൈശാചിക ഓൾട്ടറുകളെ, ബാൽ അശേരാസ്ത്രോത്തിന്റെ ആരാധനകളെ, പൈശാചിക ബലിപീഠങ്ങളിൽ അന്യാരാധനകൾ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ ദേശത്തെ അന്യാരാധനകൾ കൊണ്ട് നടത്ത് യെസബേലിന്റെ മേശമേൽ 400 ബാൽ പ്രവാചകന്മാരും 450 അശേര പ്രവാചകന്മാരും, അവരാണ് സകലതും ഭരിക്കുന്നത്. അവരാണ് ദേശം ഭരിക്കുന്നത്. അവരാണ് ദേശത്തിലെ ന്യായവിധികൾ നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകന്മാരെ, ദൈവത്തിന്റെ അഭിഷേക്തന്മാരെ ഒന്നൊന്നായി കൊല്ലുന്ന, അവരുടെ വാ അടപ്പിക്കുന്ന, അവർക്ക് വിരോധമായി സംസാരിച്ച് അവരെ കൊന്നുകളയുന്ന ഒരു അന്ധകാരം നിറഞ്ഞ, പൈശാചികം നിറഞ്ഞ ഒരു കാലഘട്ടം. ഇന്ന് ഭാരതത്തിലും സ്ഥിതിഗതികൾ ഏകദേശം അങ്ങനെയാണ്. ഒരു വലിയ ദൈവിക ചലനം വെളിപ്പെടുന്നതിന് മുമ്പേ എത്ര പേര് അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വലിയ ഉണർവ്, എത്ര പേര് ഉണർവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വലിയ ദൈവിക ചലനം, ഒരു വലിയ ഉണർവ് വെളിപ്പെടുന്നതിന് മുമ്പേ, ഒരു വലിയ ദൈവത്തിന്റെ കവിഞ്ഞൊഴുക്ക, ദൈവത്തിന്റെ ഔട്ട്പൗറിംഗ്, ദൈവത്തിന്റെ ആത്മമഴയുടെ മാറി പെയ്തിറങ്ങുന്നതിന് മുമ്പേ തന്റെ ജനത്തിന്റെ മധ്യത്തിൽ പരിവർത്തിക്കുന്ന ആത്മാവാണ് ഏലിയാവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പകരപ്പെടണമെങ്കിൽ, ഒരു ഉണർവ് വെളിപ്പെടണമെങ്കിൽ, അത് ദേശത്തെ കുലുക്കുന്ന, സംസ്ഥാനങ്ങളെ കുലുക്കുന്ന ഒരു ഉണർവ് വെളിപ്പെടണമെങ്കിൽ, ഒരു ദൈവത്തിന്റെ മോവ് വെളിപ്പെടണമെങ്കിൽ, ഒരു ദൈവത്തിന്റെ ചലനം വെളിപ്പെടണമെങ്കിൽ, അവിടെ ഏലിയാവിന്റെ ആത്മാവ് പകരപ്പെടണം. ഏലിയാവിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ഹല്ലേലൂയ ചിലർ എഴുന്നേൽക്കണം. അവർ ദൈവത്തിന്റെ ശക്തമായ ദൈവജനത്തെ മാനസാന്തരത്തിലേക്കും സത്യ ആരാധനയിലേക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ചെയ്യുകയാണ്. ഇതെല്ലാം പറഞ്ഞു തീർക്കുവാൻ
പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് മണിക്കൂറുകൾ എടുക്കും. ഈ ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ. ഹല്ലേലൂയ. പക്ഷേ ഏലിയാവ് ആരായിരുന്നു? ഇതുപോലുള്ള പൈശാചിക ആ ദമ്പതിമാര് സ്തോത്രം അവിടെ വാഴ്ച നടത്തുന്ന പൈശാചിക വാഴ്ച നടത്തുന്ന മധ്യത്തിൽ സ്തോത്രം ദൈവത്തിന്റെ ശബ്ദമായി ഒരുവനായി കാലഘട്ടത്തിന്റെ പ്രവാചകനായി ഏലിയാവ് എഴുന്നേൽക്കുകയാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്ന് ഗിലെയാദ്യനായ തിശ്ബിനായ ഏലിയാബ് ആഹാബിനോട് ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്റെ പ്രസംഗത്തെ ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം ചിലതൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം അന്നത്തെ മേലധികാരിയായിരിക്കുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന മിനിസ്റ്റർ ആയിരിക്കുന്ന ആഹാബിനോട് ദൂതറിയിക്കുക. സ്തോത്രം ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. എന്തൊരു അധികാരമാണ്! എന്ന് രാത്രികാലം ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് തന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമായി തീർന്നതുകൊണ്ട് ദൈവത്തിന് ഈ മനുഷ്യന്റെ മേൽ പ്രസാദം തോന്നി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്റെ മേൽ വെളിപ്പെട്ട് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന് ഒരു പേര് വീണു, ഏലിയാവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അടുത്ത തലമുറയിൽ ഈ ആത്മാവിനെ ചുമക്കുവാൻ അനേക പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ദാഹമുള്ളവൻ, സത്യസന്ധതയോട് നിഷ്കളങ്കനായി ആത്മാർത്ഥതയുള്ളവൻ, സ്തോത്രം തന്റെ യജമാനെ തന്റെ അപ്പന്റെ കൈക്കീഴിലിരുന്ന ഏലിയാവിന് ശുശ്രൂഷ ചെയ്ത കൈകളിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് തന്നെ സേവിച്ച എലീശ എന്ന് പറഞ്ഞ ഒരു ശിഷ്യൻ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 15-ാം വാക്യം. ഹല്ലേലൂയ. ഇപ്പോൾ ഇതാ യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞേ. ഏലിയാവിന്റെ ആരുടെ ആത്മാവാണ്? ഏലിയാവ് സ്തോത്രം ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടു. അഗ്നിയാശ്വങ്ങളും അഗ്നിരഥങ്ങളും ഏലിയാവിനെ എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിനെ കൊണ്ടുപോയെങ്കിലും ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച് വെളിപ്പെട്ടു നിന്ന ഒരു ആത്മാവുണ്ടായിരുന്നു. That's called the spirit of Elisha. ഏലിയാവിന്റെ ആത്മാവ്. കാലാകാലങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവം വീണ്ടും വീണ്ടും ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക്, ഒരു ദൈവിക ചലനത്തിന്, ഒരു ഉണർവിന്, ഒരു റിവൈവലിന്, ഒരു ദൈവത്തിന്റെ മൂവിന് മധ്യത്തിൽ മുമ്പായി ഹല്ലേലൂയ ഒരു വഴി ഒരുക്കുന്ന ദൈവത്തിന് വേണ്ടി ഒരു പെരുവഴി ഒരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവ് ഇതാ എലീശയുടെ മേൽ. വായിക്കാം, അവസരം വായിക്കാം. ഏലിയാവിന്റെ ആത്മാവ് എലീശായുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അടുത്തൊരു തലമുറയിൽ ഇതാ ഏലിയാവിന്റെ ആത്മാവ്. ഏലിയാവ് ആരായിരുന്നു? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നൊരു വ്യക്തിയാണ്. എന്താണ് ഏലിയാവിന്റെ പ്രത്യേകത? A man who stood in the presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന ഒരു അഭിഷിക്തനായിരുന്നു. സാന്നിധ്യത്തിൽ നിന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുമക്കുന്ന, ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്ന, ആ വിശുദ്ധ സാന്നിധ്യത്തെ ചുമക്കുന്ന ഒരു ഭക്തനായ വിശുദ്ധനായ ഒരു ദൈവഭക്തനത്രേ ഏലിയാവ്. ഹല്ലേലൂയ. ഏലിയാവ് ആരായിരുന്നു? തന്റെ കാലഘട്ടത്തിൽ പ്രാർത്ഥനകളുടെ ആഴങ്ങളിൽ, മുഴങ്കാലുകളുടെ മധ്യത്തിൽ കർമ്മേലിൽ സ്വത്രം 3.5 വർഷക്കാലം അടഞ്ഞ സ്വർഗത്തെ തുറക്കുവാൻ പ്രാർത്ഥനയുടെ ആഴങ്ങളിലും ഉയരങ്ങളിലേക്ക് പ്രവേശിച്ച കാലഘട്ടത്തിന്റെ പ്രവാചകൻ ഏലിയാവ് ആരായിരുന്നു? സ്വത്രം ആകാശ മണ്ഡലങ്ങളെ അടയ്ക്കുവാൻ, തുറക്കുവാൻ, സ്വത്രം ഹല്ലേലൂയ അന്തരീക്ഷ മണ്ഡലത്തിന്മേൽ അസാധാരണമായ കർമ്മേലിന്റെ മേൽ പൈശാചിക മണ്ഡലങ്ങളെ വെല്ലുവിളിക്കുവാൻ ചങ്കൂറ്റമുള്ള ഒരു ദൈവത്തിന്റെ പ്രവാചക ശബ്ദം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി തന്റെ ഹൃദയത്തിൽ എരിവുകൊണ്ട് നടക്കുന്ന ഒരു ദൈവഭക്തനായ
man of presence. He was a man of prayer. He was a man of power. He was a man of passion. അത്രമാത്രമല്ല, അടുത്തൊരു തലമുറയെ പുറത്തെടുക്കുന്ന, ഹല്ലേലൂയ, ഒരു എലീശയെ തനിക്ക് പകരം പുറത്തെടുക്കുന്ന, അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു അപ്പനായിരുന്നു ഏലിയാവ് എന്ന് പറയാം. ഏലിയാവിന്റെ ഇന്ന് രാത്രി കാലം സ്തോത്രം ഒരു 5-10 മിനിറ്റിൽ ഞാൻ പ്രസംഗം നിർത്തും. അത് കഴിഞ്ഞ് പിന്നെ സ്തോത്രം വ്യക്തിപരമായി ശുശ്രൂഷിക്കുവാൻ, ഇമ്പാർട്ട് ചെയ്യുവാൻ വേണ്ടി വേദി ഒരുങ്ങുകയാണ്. ദാഹമുള്ളവർ, ആഗ്രഹമുള്ളവർ സമർപ്പിക്കുവാൻ, മനസ്സാന്തരപ്പെടുവാൻ, ഏൽപ്പിക്കുവാൻ, ഹല്ലേലൂയ ഉള്ളവർ നിങ്ങൾ തയ്യാറായിക്കോ. നിങ്ങളുടെ മേൽ ഇന്ന് ആത്മാവിന്റെ ഒരു പകർച്ച നടക്കും. എങ്ങനെ എലീശ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ യജമാനൻ, തന്റെ പിതാവ് എടുക്കപ്പെടും, തന്റെ യജമാനൻ എടുക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം, ഹല്ലേലൂയ, ബാക്കിയുള്ളവരെല്ലാം കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുക. പ്രവാചകന്മാർക്കറിയാം, പ്രവാചക ഗണത്തിന് ശിഷ്യന്മാർക്കറിയാം, ഇന്ന് ഹല്ലേലൂയ നിന്റെ യജമാനനെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയോ സംഭവിക്കാം, ഇന്ന് ഏലിയാവ് എടുക്കപ്പെടും. സ്വന്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പറഞ്ഞിട്ട് അവരവിടെ തന്നെ എണ്ണയിരുന്നു. പക്ഷേ എലീശ ഏലിയാവിന്റെ പുറകിൽ നടക്കുകയാണ്. ഗിൽഗാലായപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഗിൽഗാൽ സ്തോത്രം അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. ഹല്ലേലൂയ, വലിയ ദൈവപ്രവൃത്തിയുടെ സ്ഥലമാണ്. ഇസ്രായേലിന്റെ നിന്ന മാറിയ സ്ഥലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എലീശ നീ ഇവിടെ നിൽക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് എലീശ പറഞ്ഞത്? ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക്. യഹോവ ഏലിയാവെ ചുഴലിക്കാട്ടി സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ നിന്നോ. ഹല്ലേലൂയ, ഇത് സുഖകരമായ സ്ഥലമാണ്. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ എലീശ സുഖം തേടിപ്പോയതല്ല. തന്റെ അപ്പന്റെ ഉള്ളിൽ കത്തുന്ന തീയുടെ ഒരു പങ്കാളിയായി കാലഘട്ടത്തിൽ തന്റെ അപ്പൻ ചെയ്ത് അവസാനിപ്പിച്ചത് സ്തോത്രം, അതിനെ വീണ്ടും തുടരുവാൻ തന്റെ ഹൃദയത്തിൽ കത്തി നിൽക്കുന്ന ഒരു എരിവാണ് എലീശയെ ഗിൽഗാലിൽ ആ സുഖം പിടിച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, താൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാഗം പറഞ്ഞു പോയാൽ പിന്നെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രി കാലം നിങ്ങളും അങ്ങനെ പറഞ്ഞാൽ യഹോവയാണ്. ഇവിടെ സംസാരിക്കപ്പെടുന്ന ഈ വചനത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഏലിയാവിന്റെ ആത്മാവ് നിന്റെ ജീവനാണ്. ഹല്ലേലൂയ, സുഖം പിടിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഒതുങ്ങി പോകുകയില്ല. സ്തോത്രം, ഒരു വില കൊടുക്കുവാൻ, അതിനു വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ, കാൽച്ചുവടുകൾ എടുക്കുവാൻ. ഹല്ലേലൂയ, ഗിൽഗാലിൽ നിന്ന് ബേഥേലെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ബേഥേലിലേക്ക്, ഹല്ലേലൂയ, അവിടെ നിന്ന് യെരിക്കോയിലേക്ക്. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കാലഘട്ടത്തിന്റെ പ്രവാചകനായി തീരണമെങ്കിൽ, ഏലിയാവിന്റെ ആത്മാവിനെ ചുമക്കണമെങ്കിൽ, ഹല്ലേലൂയ, വിലയുണ്ട് പ്രിയപ്പെട്ടവരെ, അതിനൊരു വഴിയുണ്ട്. ഹല്ലേലൂയ, ഏലിയാവായത് വെറുതെ അല്ല. ഹല്ലേലൂയ, കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞെങ്കിലും, ഹല്ലേലൂയ, പ്രവചനങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിലും, ദൈവം ഹല്ലേലൂയ അങ്ങനെ ചെയ്യും, മഴയും മഞ്ഞും വേയത്തില്ല എന്ന് താൻ പറഞ്ഞെങ്കിലും, പിന്നൊരു കെരീത്തിന്റെ അനുഭവമുണ്ട്. ഹല്ലേലൂയ, പിന്നൊരു യാത്രയുണ്ട്. ഹല്ലേലൂയ, നാം പ്രവചനം വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിളിച്ചു പറഞ്ഞു എന്നത് മാത്രം പോലെ ദൈവത്തിന്റെ ഒരു മനുഷ്യനായി ഈ ഏലിയാവിന്റെ ആത്മാവിനെ ചുമക്കണമെങ്കിൽ നീ കെരീത്തിൽ ഊടെ പോകണം. ഹല്ലേലൂയ, അത് പറയുവാനൊന്നും സമയമില്ല. കെരീത്തിൽ നിന്ന് ഹല്ലേലൂയ കുറച്ച് കഴിയുമ്പോൾ നീ വിശ്വാസത്തിൽ നിന്ന് കണ്ടാൽ, നീ ആ പാഠം പഠിച്ചത് കണ്ടാൽ, നിന്നെ കെരീത്തിൽ നിന്ന് സറാഫാത്തിലേക്ക് നിന്നെ പ്രൊമോട്ട് ചെയ്യും, നിന്നെ ഉയർത്തും. സറാഫാത്തിലും നീ വിശ്വാസത്തിൽ നിന്ന് കണ്ടാൽ, അവിടെ നിന്ന് നിന്നെ കർമ്മേലിന്റെ പർവ്വത ശിഖരങ്ങളിൽ ദൈവത്തിന്റെ ഒരു ശബ്ദമാക്കി, ദൈവത്തിന്റെ ഒരു പ്രദർശനശാലയാക്കി മാറ്റും. ഹല്ലേലൂയ, കർമ്മേലിൽ പൈശാചിക ശക്തികളെ നീ നേരിടുമ്പോൾ അവിടെ നിനക്ക് ആഘാതങ്ങൾ സംഭവിക്കാം. യെസബേലിന്റെ ശക്തിയുടെ ആ ഭയാനകമായ ഭീഷണിയുടെ മുമ്പിൽ ഏലിയാവ് വിഷമിക്കുകയാണ്. അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പർവ്വത
പ്രവാചകനുകൾ കർമ്മയിൽ അത്രമാത്രം ആംശികമായ ദൈവപ്രവൃത്തികളുടെ ശേഷം ഏലിയാവ് മനപ്പീടിയിലാകുക. യെസബേൽ കൊല്ലും. നാളെ ഈ സമയമാകുമ്പോൾ എൻ്റെ പ്രവാചകന്മാരെ ചെയ്ത പോലെ നിന്നെ മാക്കിയില്ലെങ്കിൽ താക്കീത് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. താൻ വിഷമിച്ചു പോകുക. കർത്താവേ, ദൈവമേ, നീ എനിക്ക് ജീവിക്കണ്ട, എന്നെ അങ്ങ് എടുക്ക, എനിക്ക് മരിച്ചാൽ മതി. പക്ഷേ ആ യാത്രയിലൂടെ പൈശാചിക മാനസിക സമർത്ഥകളെ അതിജീവിക്കുവാൻ ഏലിയാവിന്റെ ആത്മാവിനെ ചുമക്കണമോ? അതിനൊരു വിലയുണ്ട്. അക്കാലം ഉയർത്തെന്ന് പറഞ്ഞ് ഒരു വിലയുണ്ട്. നീ കെരീത്തിൽ നിന്ന് സരാഫാത്തിലേക്കും, സരാഫാത്തിൽ നിന്ന് കർമ്മയിലേക്കും, കർമ്മയിൽ നിന്ന് ബർശേബയിലേക്കും അവിടെ ദൂതൻ നിന്നെ കണ്ടുമുട്ടും. ഹല്ലേലൂയ. നീ വിഷമിച്ച് ദുഃഖിച്ച് നിരാശപ്പെട്ടെങ്കിലും ദൂതന്മാർ നിന്നെ മനസ്സിൽ സൂക്ഷിക്കും. നിന്നെ അപ്പവും വെള്ളവും ഒക്കെ തന്ന് 40 ദിവസത്തെ ദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടി അവിടെ നിന്ന് നിന്നെ ഹോരേബിന്റെ, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിന്റെ പർവ്വതം. ഹല്ലേലൂയ. എത്ര പേര് ആ വില കൊടുക്കുവാൻ തയ്യാറാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന്റെ ആത്മാവിനെ ചുമക്കുവാൻ കഴിഞ്ഞത് ആ ഒരു പ്രോസസ്സിലൂടെ, ആ ഒരു പ്രക്രിയയിലൂടെ പോകുവാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. എലീശയും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഗിൽഗാലിൽ അവിടെ നിന്ന് ബേഥേലിലേക്ക്, ബേഥേലിൽ നിന്ന് യെരിക്കോയിലേക്ക്, യോർദാനിലേക്ക് കണ്ണ് മാറാതെ, തന്റെ ഫോക്കസ്, തന്റെ ദൃഷ്ടി മാറാതെ, തന്റെ ഹൃദയത്തിന്റെ ഏകാഗ്രത മാറാതെ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് തീവ്രമായ തന്റെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? എന്ന് പറയാം. ഏലിയാവിന്റെ ആത്മാവ്. മലാക്കിയുടെ പുസ്തകം 14-ാം അധ്യായം അവസാനത്തെ 2 വാക്കുകൾ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, മലാക്കി അവസാനത്തെ പ്രവാചകനാണ്. പഴയ നിയമത്തിലെ അവസാന പ്രവാചകൻ. ആ പ്രവാചക ശബ്ദത്തോട് 400 വർഷങ്ങൾ, അത് കഴിഞ്ഞ് 400 വർഷങ്ങൾ യേശുവിന്റെ വരവിന് മുമ്പാകെ 400 വർഷങ്ങൾ വീണ്ടും പ്രവാചക ദൈവശബ്ദ അള്ളപ്പാടുകളില്ല. അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ വാക്കുകൾ മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്കുകൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരമായ നാള് വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. മുമ്പ് എന്ന് പറഞ്ഞ മുമ്പ് ഒരു ദൈവ പ്രവർത്തിക്ക്, ഒരു വലിയ ദൈവിക ന്യായവിധിക്ക് മുമ്പേ ദൈവം സകലത്തെയും, സ്തോത്രം, ഹല്ലേലൂയ, ആ ഭയങ്കരമായ ദിവസത്തിന് മുമ്പേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരെ അയക്കും? ഏലിയ പ്രവാചകനെ ഞാൻ അയക്കും. I will spend the prophet Elijah. ഏലിയാവ്. ആരാണ് ഏലിയാവ്? സ്തോത്രം. പാപത്തിലും പിന്മാറ്റത്തിലും മർദ്ദനത്തിലും ദൈവത്തിന്റെ സത്യാരാധനകളെ വിട്ട്, ദൈവത്തിന്റെ ഏകാഗ്രത വിട്ട് പൈശാചിക പിടിയിലായിരിക്കുന്ന, പൈശാചിക ആശ്രയത്തിൽ ബലിപീഠങ്ങൾ പണിത് ദൈവത്തിന്റെ ജനത്തെ തെറ്റിക്കുന്ന അന്യായമായ സ്വാധീനങ്ങൾ കൊണ്ട് ദൈവജനത്തെ, ദേശത്തെ മലിനപ്പെടുത്ത സകലത്തിന്മേലും ന്യായവിധി കൊണ്ടുവരുന്ന കർമ്മയിൽ തീയിറക്കുന്ന ഒരാത്മാവാണ് ഏലിയാവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ആ വലുതും ഭയങ്കരമായ ദിവസത്തിന് മുമ്പിൽ ഞാൻ ആരെ അയക്കും? ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. യെസ്. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട്, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും, മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഞാൻ നിരപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിന്റെ ആത്മാവിന്റെ പ്രവൃത്തി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ആലയത്തിൽ, മന്ദിരത്തിൽ ശുശ്രൂഷിക്കാൻ പോയ സക്കറിയാവ് എലിസബത്ത് ദമ്പതികളോട് ദൈവം ഇടപെടുകയാണ്. ഗബ്രിയേൽ ദൂതൻ സക്കറിയാവിന് പ്രത്യക്ഷപ്പെടുകയാണ്. വാർദ്ധക്യത്തിൽ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന്റെ പേര് യോഹന്നാൻ എന്നെണ്ണം. യെസ്, വായിക്കാം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ ഭയപ്പെടേണ്ട. നമുക്ക് 15-ാമത്തെ വാക്യം വായിക്കാം. യെസ്. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ കർത്താവിന്റെ ആര്? യോഹന്നാൻ. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നവൻ, യേശുവിന് മുന്നോടിയായി വന്ന് അവന് വേണ്ടി പാതകളെ നിരപ്പാക്കുന്ന,
പെരുവഴികളെ ഒഴുക്കുന്ന, മരുഭൂമിയിൽ കരയുന്ന ദൈവത്തിന്റെ ശക്തമായി തീരുന്ന ഏലിയാവിന്റെ ആത്മാവിനെ ചുമക്കുന്ന സ്നാപകനായ യോഹന്നാൻ. ഹല്ലേലൂയ. യെസ്, വായിക്കാം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ തിരിച്ച് മാനസാന്തരത്തിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക്, ഹല്ലേലൂയ, വീണ്ടും ദൈവത്തിന്റെ വഴികളിലേക്കും സത്യാരാധനയിലേക്കും സത്യദൈവത്തിന്റെ പ്രമാണങ്ങളിലേക്കും മടക്കി കൊണ്ടുവരുന്ന, ദൈവത്തിന് വേണ്ടി പെരുവഴികളെ ഒരുക്കുന്ന ദൈവത്തിന്റെ ആത്മാവത്രേ. ഹല്ലേലൂയ. യെസ്, അത് വായിക്കാം. യെസ്. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. യേശുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പാകെ എനിക്ക് വേണ്ടി പാത ഒരുക്കുവാൻ, ഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി ദൈവത്തിന്റെ മഹത്വം കൊണ്ട്, ദൈവത്തിന്റെ സ്വപ്നമാണ് എന്റെ കേരളം ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയണം. എന്റെ ഭാരതം ദൈവമഹത്വം കൊണ്ട്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മഹത്വം വെളിപ്പെടണമെങ്കിൽ ആ ദൈവസാന്നിധ്യത്തിന്റെ തീവ്രത, അതിനെ നമ്മൾ ഉണർവായി, അതിനെ ദൈവത്തിന്റെ ചലനമായി, ദൈവത്തിന്റെ കവിഞ്ഞൊഴുകൻ, ദൈവത്തിന്റെ ആത്മപകർച്ചയായി, അന്ത്യനാളുകളിൽ സകല ജനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന ആത്മപകർച്ചയായി, ഹല്ലേലൂയ, ആ തലം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, ദൈവസഭയിൽ വെളിപ്പെടണമെങ്കിൽ, അത് നമ്മുടെ ദേശത്ത് വെളിപ്പെടണമെങ്കിൽ ഏലിയാവിന്റെ ആത്മാവ് പരിവർത്തിക്കണം. ഏലിയാവിന്റെ ആത്മാവ് പരിവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം പിന്മാറ്റത്തിൽ നിന്നും, ഏകാഗ്രത വിട്ട് തെറ്റിപ്പോയിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ദൈവത്തിലേക്കൊന്നും മടങ്ങി വരണം. ഏലിയാവിന്റെ ആത്മാവിനെ ചുമക്കണമെങ്കിൽ അതിനൊരു വിലയുണ്ട്, അതിനൊരു വിലയുണ്ട്, അതിനൊരു വിലയുണ്ട്, അതിനൊരു വഴിയുണ്ട് എന്ന് സ്വന്തം. അങ്ങനെ ഈ കാലഘട്ടത്തിൽ കർത്താവ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ വേറൊന്നിനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ പദ്ധതികളെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. യേശുവിന്റെ അടുക്ക ശിഷ്യന്മാരെ വന്ന് ചോദിക്കുക, യേശുവെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അവരെ പഠിപ്പിക്കുക. കർത്താവിന്റെ പ്രാർത്ഥനയൊക്കെ, കർത്താവിന്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയല്ലേ സ്വർഗസ്ഥനായ? അത് കർത്താവിന്റെ പ്രാർത്ഥനയല്ല. ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ശിഷ്യന്മാരെ ഇവണ്ണം പ്രാർത്ഥിക്കണം. യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? നമ്മുടെ ബൈബിളിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ തിരിച്ചറിയുന്നു. The greatest and the biggest. ദൈവവചനത്തിൽ ബൈബിളിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഓമല്ലൂരിൽ വരണമേ, എലന്തൂരിൽ വരണമേ, എൻ്റെ കേരളത്തിൽ വരണമേ, എൻ്റെ ഭാരതത്തിൻ്റെ 28 സംസ്ഥാനങ്ങളിൽ, യൂണിയൻ ടെറിട്ടറികളിൽ വരണമേ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ അഭിഷേകം വേണം, ചുമക്കണം. അതിനുവേണ്ടി സ്തോത്രം. ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അപ്പാ. അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകരുന്ന സമയമാണ്. ഏലിയാവിന്റെ കൈക്കീഴിൽ വിശ്വസ്തനായി കീഴ്പ്പെട്ടിരുന്ന, ഏകാഗ്രതയോട് വില കൊടുക്കുവാൻ, അവസാനം വരെ കൂറ് പുലർത്തുവാൻ, വിശ്വസ്ത പുലർത്തുവാൻ, അങ്ങനെ ഹൃദയമുള്ള, അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഞാൻ നിന്റെ വേലയ്ക്കായി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എന്നെ അയച്ചപ്പോൾ ഞാൻ കേട്ടൊരു ദൈവശബ്ദം. അനേകർ അടഞ്ഞിരിക്കുകയാണ്.
മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരും പോവുകയാണ്. ചെകിടനായ ഒരു ഊമനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക. അവനെ കേൾക്കത്തില്ല, അവൻ സംസാരിക്കത്തില്ല, അടഞ്ഞിരിക്കുക. കൂടുതൽ യേശുവോട് പറയാ, യേശുവേ ഇവന് സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് വ്യക്തിയുടെ ചെവികളിലേക്ക് വരട്ടു. ഹല്ലേലൂയ. നാവിനെ തൊട്ടു, തന്റെ തുപ്പലുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ നാവിനെ തൊട്ടു. തിരുവചനം പറയുന്നത് നെടുവീർപ്പിട്ട് യേശു സ്വർഗ്ഗത്തിലേക്ക് നോക്കി, ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന സകല ഉറവകളും, ശാരീരികമായിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ഉദര സംബന്ധമായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഫാത്ത ഞാൻ കൽപ്പിക്കുന്നു. ഈ ദൈവസഭയിൽ ദൈവത്തിന്റെ ഫാത്ത ഞാൻ കൽപ്പിക്കുന്നു. വാതിലുകളും വഴികളും തുറന്നു വരട്ടെ. ദൈവത്തിന്റെ നന്മകളുടെ ഉറവിടം തുറന്നു വരട്ടെ. പെട്ടെന്ന് അവന്റെ ചെവി തുറന്നു. ഹല്ലേലൂയ. അസാധാരണമായ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു സമയമായി. എവിടെങ്കിലും നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കാതിരിക്കുന്നുവെങ്കിൽ, ഇത് അതിന്മേൽ ദൈവത്തിന്റെ ഒരു കരം വന്ന് വീഴും. ഒരു അസാധാരണമായ അത്ഭുതം ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംസാരിക്കുന്നു. ആ ചെവി തുറന്നു വേട്ടെ. നിന്റെ കേൾക്കാത്ത ചെവി തുറന്നു വേട്ടെ. കാണാത്ത കണ്ണ് തുറന്നു വേട്ടെ. വിക്കി സംസാരിക്കുന്നത്, ഒട്ടും സംസാരിക്കുവാൻ കഴിയാതെ നിന്റെ നാവ് അഴിയട്ടെ. ഇന്ന് രാത്രികാലം ഒരു അത്ഭുതത്തിന്റെ രാത്രിയാണ്.